ഹലോ, എന്നാ ഉണ്ടെന്നീ? അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന ബൺ മസ്ക് ഉണ്ടാക്കാം, അങ്ങനെയല്ലേ പറയുക? എന്തിലാട്ടെ, എന്താണെങ്കിലും ബട്ടറൊക്കെ ഞാൻ റൂം ടെമ്പറേച്ചറിൽ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും ബട്ടറും കുറച്ച് വാനില എസൻസും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തത്. നമുക്ക് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയിരുന്ന ബട്ടറിൽ ഞാൻ ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്രെഡ് മേടിക്കാൻ പോയത് ഭയങ്കര കഥയാടോ. ഇവിടെ എങ്ങും ബ്രെഡ് കിട്ടാനില്ല. ബേക്കറിക്കാരെല്ലാം പറയുന്നു ബ്രെഡ് വരുന്നതിനേക്കാൾ സ്പീഡിൽ തീർന്നു പോവാന്ന്. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് പോവാന്ന്. കൊള്ളാമല്ലേ? അപ്പം ബ്രെഡൊന്ന് സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് ബട്ടറുമായിട്ടൊന്ന് ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ഇറാനി ചായ ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ സാധാരണ ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മുടെ താജിൻ്റെ പൊടിയാട്ടോ ഇട്ടേക്കണേ. താജിൻ്റെ പൊടി ഇട്ടിട്ട് സാധാ ചായ അവിടെ വെച്ചിട്ടുണ്ട്. ബണ്ണെടുത്തിട്ട് നല്ല തിക്കായിട്ട് ബണ്ണിൽ മിക്സ് ചെയ്യണം കേട്ടോ. ആ ക്രീം നല്ല തിക്കായിട്ട് വന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി ഇങ്ങനെ സൈഡിലൊക്കെ ഇച്ചിരി തേച്ച് കൊടുക്കണം. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു കൊടുക്കുമ്പോൾ സഹായിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് നിറയൂടോ. നമ്മളിതൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സ് ഒരുപാട് നിറയും. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക ക്രീം. അങ്ങനെ ഇത് മുഴുവൻ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക്, കണ്ടോ? ഇങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഈ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചായയും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചായയുടെ കൂടെ ഇത് മുക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇത് തന്നെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് കഴിച്ചിട്ട് ഇവരുടെ എക്സ്പ്രഷൻ കണ്ടോണം കേട്ടോ. ഈ എക്സ്പ്രഷനൊക്കെ ഒരു ഇച്ചിരി ഓവറല്ലേ എന്ന് തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോയായിരുന്നു. എന്നാലും ഓക്കെ അത് എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്.